ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ജാൻമണി. പക്ഷേ ഈ നമ്മുടെ ഷോയിൽ പോയതിന് ശേഷം ജാൻമണി അതിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ജാൻമണി ഈ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളല്ല എന്ന തരത്തിൽ കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിന്ന് പോലും ചില പരാമർശങ്ങൾ ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് തിരികെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജാൻമണി കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ജാൻമണി ക്വയർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് തന്നെയാണ് ബിഗ് ബോസിൽ പോയത്. പക്ഷേ ജാൻമണി അവിടെ ചെന്നതിന് ശേഷം അങ്ങനെയല്ല, ഈ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളല്ല എന്ന തരത്തിൽ പറയുന്നത് അത് എങ്ങനെ കാണുന്നു അതിനെ? അല്ല, ഞാൻ ബിഗ് ബോസിലെ പോകുന്ന ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. കാരണം എനിക്ക് പുറത്തേക്ക് അറിയുന്ന യെസ് ഐ ബിലോങ് ഫ്രം കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. പക്ഷെ എൻ്റെ വേണ്ടി നമ്മളൊരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി അല്ല. we are like same society, one human society, human community, and we all are equal, because I never think എനിക്ക് എൻ്റെ വേണ്ടി നമ്മളെ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ആണ്, നമ്മളെ ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കുന്നതാണ്, അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. നമ്മളെ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു ആൾക്കാരെയാണ്, നമ്മളെല്ലാവരും ഈക്വൽ ആണ്. എൻഡ് ഓഫ് ദ മൊമെന്റ് വി ഓൾ ആർ ഹ്യൂമൻസ്, എല്ലാം മനുഷ്യന്മാരെയല്ലേ. പിന്നെ സെക്കൻഡ് തിങ്, ഞാൻ കമ്മ്യൂണിറ്റി റീപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എനിക്ക് ഒബ്വിയസ്ലി വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിട്ട് ഞാൻ ഒബ്വിയസ്ലി എപ്പോഴും ഇന്നലെ ഉണ്ടായി, ഇൻ ഫ്യൂച്ചറിൽ ഞാൻ ഉണ്ടാവും. സോ കമ്മ്യൂണിറ്റി പാർട്ടായിട്ട് എനിക്ക് ഒബ്വിയസ്ലി റീപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ പോയിട്ടില്ല. കമ്മ്യൂണിറ്റിയുടെ റീപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോകുന്ന ഒരു ആളുണ്ട്, അഭിഷേക് കെ. പക്ഷെ ഞാൻ പോകുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഒരു നോൺ മലയാളി ഒരു ആള്, പിന്നെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. അങ്ങനെയാണ് ലാലേട്ടൻ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ക്വീൻ ഓഫ് മേക്കപ്പ് പറഞ്ഞിട്ട്. കാരണം കേരളത്തിലെ വന്നിട്ട് ഞാൻ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന ടൈമിൽ അനീസും പിന്നെ ജിജേഷും മാത്രം ഉണ്ടായി. സോ നമ്മൾ 3 പേരാണ് അറ്റ് ദാറ്റ് ടൈം ഇസ് എ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇൻ ദ പത്തനം റഷീദ് വാസ് ഇസ് ദ കിങ് ഓഫ് ദ മേക്കപ്പ്. സോ അങ്ങനെയാണ് നമ്മളെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് രീതിയിലേക്കാണ് എന്നെ വിളിച്ചിട്ടുണ്ടോ. പിന്നെ ഒരു കമ്മ്യൂണിറ്റി റീപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരിക്കലും എനിക്ക് വിളിച്ചിട്ടില്ല. പക്ഷേ ആസ് എ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടാണ് ഞാൻ. ഒരിക്കലും അത് പറയില്ല. കാരണം ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ഒബ്വിയസ്ലി എപ്പോഴും ഉണ്ടാവാണ്. പക്ഷെ ആ വീട്ടിലെ ഞാൻ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗം, നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് റീപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ടില്ല. ഞാനൊരു നോർമൽ പാർട്ടിസിപ്പൻറ്റ്, നമ്മളെ 19 ആൾക്കാരുടെ കൂടെ ഒരു ജാൻമണി ദാസ് ഉണ്ട്, ആ രീതിയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല പോയതെങ്കിൽ പോലും കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് കുറവ് ഫീൽ ചെയ്തിരുന്നോ? ഈ വീഡിയോ, ഞാൻ ഈ പരാമർശിച്ച വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തിരികെ വന്നപ്പോൾ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്തില്ല എന്ന് തോന്നിയിരുന്നോ? പിന്നീട് കൂടെ ഫ്രണ്ട്സായിട്ട് നിന്നവരൊക്കെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തില്ല എന്ന്? അത് സപ്പോർട്ട് ആരോ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ കുറ്റം മാത്രം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പായിട്ട്. പക്ഷെ കുറച്ചു ആൾക്കാർ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ചു ആൾക്കാർ എനിക്ക് ഒബ്വിയസ്ലി ആസ് എ ഫ്രണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത്. പക്ഷെ മൊത്തം കമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് എനിക്ക് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ. പക്ഷെ എൻ്റെ ബന്ധപ്പെട്ട കുറച്ചു ലൈക്ക് ഫ്രണ്ട്സ്, എൻ്റെ കോളീഗ്സ് പേരെ പറയുന്നുണ്ടെങ്കിൽ കുറേ പറയാനും. പക്ഷെ എന്നെ പേഴ്സണലി അറിയുന്ന സ്നേഹമുണ്ടോ ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയാം. പക്ഷെ എനിക്ക് കൂടുതൽ കൂടെ ഇരിക്കുന്ന 2-3 ആൾക്കാർ എൻ്റെ വേണ്ടി കുറ്റം പറഞ്ഞിട്ട് വീഡിയോ പറഞ്ഞിട്ട് ഞാൻ അവർ കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ അതാണ് എനിക്ക് വിഷമം. കാരണം എന്നെ പേഴ്സണലി അറിയാം ഞാൻ ഇങ്ങനെയാണ്, ജാൻമണി ഹൗ ഈസ് ജാൻമണീസ് ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എല്ലാം അറിയുന്ന കഴിഞ്ഞിട്ടും പിന്നെ എൻ്റെ വേണ്ടി പറഞ്ഞ ടൈമിൽ എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് വിഷമം വരും. പിന്നെ സെക്കൻഡ് തിങ്, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല കമ്മ്യൂണിറ്റി എനിക്ക് സപ്പോർട്ട് ചെയ്ത്. കാരണം ഞാൻ പുറത്തേക്ക് വന്നിട്ട് കുറേ വീഡിയോസ് കണ്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് ബാഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ചിലപ്പോൾ ആൾക്കാർക്ക് കൺവേ ആയിട്ടില്ല, മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ ടൈമിൽ എന്തൊക്കെ പറയുന്നത് ചിലപ്പോൾ അത് ലാംഗ്വേജ് ഇഷ്യൂ ആണ്, മനസ്സിലായിട്ടില്ല, അങ്ങനെയാണ് തോന്നിയിട്ട്. പക്ഷെ എനിക്ക് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കിട്ടി എനിക്ക് അറിയത്തില്ല. there is like certain people, കുറച്ചു ആൾക്കാർ മാത്രം എനിക്ക് സ്നേഹിക്കുന്ന ഒരു കുറച്ചു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറ്റം പറഞ്ഞ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് അവരോട് സംസാരിക്കുകയോ ഇതേക്കുറിച്ച് പറയുകയോ ഒക്കെ ചെയ്തോ?
ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി ഒരു ഹാം ചെയ്തിട്ടില്ല. നിങ്ങളുടെ വേണ്ടി ഞാൻ ഓരോ വാക്ക് എൻ്റെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഞാൻ ഓരോ സാധനം, ഓരോ കാര്യം, കുറ്റബോധം കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. എൻ്റെ കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഓരോ വാക്ക് പോലെ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഓരോ ട്രാൻസ്ജെൻഡറുടെ ഒരു കുറ്റം പോലെ ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ബാഡ് ആണ്, എൻ്റെ ലാംഗ്വേജിന് വേണ്ടി സംസാരിക്കുന്ന ലാംഗ്വേജ് അറിയില്ലാത്ത, പിന്നെ എസ്യാനെറ്റിന്റെ തെറ്റായി പോയി ജർമ്മനിക്ക് സിലക്ട് ചെയ്തിട്ട് അങ്ങനെ പോലെ ഐ തിങ്ക് ദാറ്റ് ഈസ് ലൈക്ക് പേഴ്സണൽ ഗാഡ്സ് ഓർ എനിക്ക് തോന്നില്ല. പക്ഷെ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരുടെയും സ്വഭാവങ്ങളും നമ്മൾ സെയിം അല്ല. സെക്കൻഡ് തിങ്, എന്റെ വേണ്ടി കുറ്റം പറഞ്ഞ ആൾക്കാരുടെ ജീവിതത്തിലെ എല്ലാം കറക്റ്റ് ആണ് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവരുടെ നെഗറ്റീവ് സൈഡ് പോസിറ്റീവ് സൈഡ് ഉണ്ടോ, എനിക്കും ഉണ്ടോ. ഞാൻ അതാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. എനിക്ക് ദേഷ്യം വരില്ല, ഞാൻ ഭയങ്കര ദേഷ്യം വരും, സ്നേഹിക്കില്ല. അതാ ഒരു 5 മിനിറ്റിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പം തന്നെ എനിക്ക് മറന്നു പോകും. എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറന്നു പോകും. പക്ഷെ ഞാൻ അത് സംസാരിച്ച് കഴിഞ്ഞിട്ട് എല്ലാ ജാൻബ അങ്ങനെ അല്ല ഇങ്ങനെ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി എനിക്ക് ഒരു പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ഒരു കുട്ടി, ഞാൻ അത്ര റെസ്പെക്ട് ചെയ്യുന്ന കുട്ടികൾ വന്നിട്ട് എൻ്റെ കൂടെ സംസാരിക്കുക, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് എൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഇരിക്കുന്നത് ഒബ്വിയസ്ലി ദേഷ്യം വരും.